തിരുവനന്തപുരത്ത് വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് 2 പേരെ. പുറത്തേക്ക് തെറിച്ചു വീണ 19-കാരുടെ ആരോഗ്യനില തൃപ്തികരം. പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. അതിക്രമം കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ. പ്രതി സുരേഷ് കുമാറിനെ ഇന്നലെ പിടികൂടിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുണിമ, ഇന്നലെ രാത്രി 8:45 ഇത് സംഭവിക്കുന്നത്. കേരള എക്സ്പ്രസ് വർക്കല അയന്തി മേൽപ്പാലത്തിന് സമീപത്ത് എത്തിയ സമയത്താണ് ഈ പെൺകുട്ടിയെ ഒരു മനുഷ്യൻ തള്ളി പുറത്തേക്കിടുന്നത്. വെള്ളറട സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെ ആണ് പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. കോട്ടയത്ത് നിന്നുമാണ് ഇയാൾ കയറിയത്. ആലുവയിൽ നിന്നുമാണ് പെൺകുട്ടികൾ കയറിയത്. അതായത് അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞതാണ്. തിരുവനന്തപുരത്ത് തന്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ്. ഈ ബാത്റൂമിൽ പോയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന പെൺകുട്ടിയെ വാതിലിന്റെ അവിടെ നിന്ന സമയത്ത് പുറകിൽ നിന്ന് ചവിട്ടി താഴേക്ക് തള്ളിയിടുകയായിരുന്നു. തൊട്ട് പിന്നാലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് നേരെയും പെൺകുട്ടിയെയും ഇയാൾ ചവിട്ടി പുറത്തേക്കിടാൻ ശ്രമിച്ചു. പക്ഷേ ഈ വാതിലിന്റെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രം രണ്ടാമത്തെ പെൺകുട്ടിക്ക് അപകടം ഏറ്റിട്ടില്ല. തുടർന്ന് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നവർ ഇയാളെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. തുടർന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ RPF കൈമാറി. പെൺകുട്ടി പിന്നീട് ഇതുവഴി തന്നെ തിരിച്ചു വന്ന കൊല്ലം മെമു ട്രെയിൻ നിർത്തിച്ച് അതിൽ കയറ്റി വർക്കല മിഷൻ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. തുടർന്ന് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രാത്രി 12 മണിയോടെ എത്തിച്ചു. വലിയ പരിക്കുകൾ പെൺകുട്ടിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറകിൽ നിന്ന് ചവിട്ടിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടത്. സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. തലയിൽ വലിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് പെൺകുട്ടി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന സമയത്തൊന്നും പെൺകുട്ടി പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ പെൺകുട്ടി ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സുരേഷ് എന്ന് പറയുന്ന പ്രതി മദ്യ ലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. ഇയാളെ പിന്നീട് ആദ്യം കൊച്ചുവേളി RPF ആണ് കസ്റ്റഡിയിലെടുക്കുന്നത്. വൈദ്യ പരിശോധനകൾ നടത്തിയതിനു ശേഷം പിന്നീട് തമ്പാനൂർ RPF കൈമാറുകയായിരുന്നു. ഈ വൈദ്യ പരിശോധനയ്ക്ക് ഉൾപ്പെടെ കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങൾക്കും പോലീസിന്റെ മുന്നിലുമൊക്കെ ഇയാൾ സംസാരിക്കുന്നതിൽ നിന്നും അബോധാവസ്ഥയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അതായത് എന്താണ് പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത, നേരെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. ഒപ്പമുള്ള പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഒരു പ്രകോപനവും ഇല്ലാതെ, നേരത്തെ ഒരു മുൻപരിചയവും ഇല്ലാതെയാണ് ഇയാൾ പെട്ടെന്ന് അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയും വലിയ ഭയത്തിലായിരുന്നു. പോലീസിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ ആ പെൺകുട്ടി പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ സംഭവമാണ്. ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ ഒരു മുൻകരുതൽ എടുക്കാൻ പോലും സമയം കൊടുക്കാതെ പെട്ടെന്ന് ഇയാളെ പെൺകുട്ടിക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാളുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ട് എന്താണ് ഈ അതിക്രമത്തിന് പിന്നിലെ കാരണമെന്നത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു പക്ഷേ RPF ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ടാകില്ല. കാരണം അത്രത്തോളം അബോധാവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തുമ്പോൾ പോലും പെൺകുട്ടിയുടെ മേൽ പഴിചാരിക്കൊണ്ടാണ് ആദ്യം ഇയാൾ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടിക്ക് വട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പ്രതികരണം നടത്തിയത്. അതിന് ശേഷം അയാൾ പറഞ്ഞത് ഒരു ബംഗാൾ സ്വദേശിയാണ് പെൺകുട്ടിയെ അതിക്രമിച്ചത്. താൻ സമീപത്ത് നിൽക്കുകയായിരുന്നു, താനല്ല പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയതെന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. ഒപ്പമുള്ള പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ആണ് ഇയാളെ കൂടുതൽ നടപടികളിലേക്ക് RPF അടക്കം കടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നായിരിക്കും വ്യക്തമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുക. എന്ത് പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും 2 പെൺകുട്ടികൾക്ക് നേരെയാണ് അയാൾ അതിക്രമം നടത്താൻ ശ്രമിച്ചത്. അതിൽ ഒരാൾക്കാണ് വലിയ പരിക്കുകളേറ്റത്. ഒരാൾ ഈ ട്രെയിനിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ആ പെൺകുട്ടിക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല.
ഐൻഡി മേൽപ്പാലത്തിന് സമീപം ഈ പെൺകുട്ടി വീണ സ്ഥലം അത് ചുറ്റും കാട് പിടിച്ച അത്ര പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലമാണ്. ഈ കൊല്ലം മെമു ട്രെയിൻ അതുവഴി ആ സമയത്ത് വന്നുകൊണ്ട് മാത്രമാണ് കൃത്യസമയത്ത് പെൺകുട്ടിയെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റു വാഹനങ്ങളും മറ്റു ആളുകളും ഒന്നും തന്നെ എത്താത്ത സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇയാളെ ഇന്ന് കൃത്യമായിട്ട് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും, എന്താണ് കാരണമെന്നറിയും. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് ഇന്നലെ വൈദ്യപരിശോധനയിൽ തന്നെ തെളിഞ്ഞിട്ട് ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ പെൺകുട്ടിയും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. സാരമായിട്ടുള്ള പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. പക്ഷേ ആരോഗ്യനിലയിൽ മറ്റ് ഗുരുതരമായിട്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്.